ലൈഫ് ലൈൻ ഹോസ്പിറ്റലിനെ പറ്റി വളരെയധികം കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ് ഈ അവസരത്തിൽ. എനിക്ക് ഒരു എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് പ്രോബ്ലമായിട്ടാണ് ഞാൻ ഈ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ഞാൻ വരുന്നത്. അതിൻ്റെ നല്ല അനുഭവം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഡോക്ടർ സതീഷ് കുമാർ അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യം കൺസൾട്ട് ചെയ്യാൻ വന്നത്. നമുക്ക് അറിയാവുന്ന പോലെ അത് ഈസ് വൺ ഓഫ് ദി ഫേമസ് യൂറോളജിസ്റ്റ് ഇൻ കേരള. പുള്ളി പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് യൂറോളജി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം നല്ലൊരു യൂറോളജിസ്റ്റാണ്. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് പറ്റിയ ആളെന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ആദ്യമേ തന്നെ എൻ്റെ പ്രോബ്ലംസൊക്കെ പുള്ളിക്കാരന് പറഞ്ഞു മനസ്സിലാക്കി. പുള്ളി സിസ്റ്റോസ്കോപ്പി എടുത്തു. അതിനകത്ത് കണ്ടത് ഒരു ലാർജ് പ്രൊസ്റ്റേറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിന് പുള്ളി സമയം എനിക്ക് തന്നു. അതിന് 2-3 ആഴ്ചത്തേക്ക് മരുന്ന് തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സർജറി ഇന്നലെയാണ് നടന്നത്. ഞാൻ 24 വൈകുന്നേരം ഞാൻ അഡ്മിറ്റായി. അപ്പം ഈ സർജറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടർപ്പ് എന്നാണ് അതിൻ്റെ പേര്, ട്രാൻസ് യൂറേറ്റിൻ റീസെക്ഷൻ ഓഫ് ദി പ്രോസ്റ്റേറ്റ്. അതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. പുള്ളി ഒരു മെയിനായിട്ട് ഞാനൊരു ഡോക്ടർ എന്ന രീതിയിലല്ല അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുള്ളി എന്നെ ഒരു അടുത്ത ഒരു സുഹൃത്ത്, നേരത്തെ ഒരിക്കലും പരിചയപ്പെടാത്ത ഒരു സുഹൃത്തെന്ന നിലയിലാണ് അദ്ദേഹം എന്നോട് ഇടപെട്ടത്. എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി. വളരെ ഇങ്ങനെയുള്ള ഈ റീസെക്ഷനൊക്കെ ഇങ്ങനെയുള്ള പ്രോസ്റ്റേറ്റ് സർജറികളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ പണ്ട് ഓപ്പൺ ചെയ്യുമായിരുന്നു. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അത് ഞാൻ തയ്യാറായി. ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ രാവിലെ അദ്ദേഹം വന്നു, ഡിസ്ചാർജ് എനിക്ക് തന്നു. പിന്നെ ഇവിടുത്തെ നല്ല അനുഭവമായിട്ട് ഞാൻ കടന്നു പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകിച്ച് ഞാൻ റിക്കവറി റൂം സർജറി കഴിഞ്ഞ് റിക്കവറി റൂമിലായിരുന്നപ്പോൾ ഏകദേശം 24 മണിക്കൂറോളം അവിടെ കിടന്ന ആ അവസരങ്ങളിൽ എന്നെ വളരെയധികം കരുതി. നേഴ്സിംഗ് സ്റ്റാഫ് വളരെയധികം കരുതി. പിന്നെ നേഴ്സിംഗ് സ്റ്റാഫ് കൂടാതെ ജൂനിയർ ഡോക്ടർമാരും എപ്പോഴും വന്ന് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നു, ഐ ഓക്കെ, എവറിതിങ് ഈസ് ഗുഡ്. അപ്പോൾ വന്നു. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ രാത്രിയിൽ ഇന്നലെ ഞാൻ എൻ്റെ ഒരു നഴ്സിംഗ് ഏകദേശം എനിക്ക് 10 പ്രാവശ്യം എനിക്ക് എണ്ണിക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ അവിടുന്ന്, കാരണം മറ്റുള്ളവരെ ആരെയും അങ്ങോട്ട് കിടന്നത്തില്ലല്ലോ ബന്ധുക്കളെ. അപ്പം 10 പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരി എനിക്ക് രാത്രിയിൽ വെള്ളം എടുത്തു. കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. അങ്ങനെ വളരെയധികം എന്താ പറയുന്ന കെയറും ഒക്കെ കിട്ടി ഈ 2 ദിവസത്തിന്. ഞാൻ അത് QASുമായിട്ട് ഞാനത് പങ്ക് ചെയ്യുകയാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അടൂർ ലൈഫ് ലൈൻ മിഷനിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലമായിട്ട് വരിക. നിങ്ങളിവിടെ സ്പെഷ്യലിസ്റ്റ്, എസ്പെഷ്യലി വളരെ എക്സ്പെർട്ടായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. ഞാൻ വളരെയധികം കൃതാർത്ഥനായിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് മടങ്ങി പോകുന്ന, പ്രത്യേകിച്ച് അടൂർ ലൈഫ് ലൈനിൻ്റെ ഹെഡായ ഡോക്ടർ പാപ്പച്ചൻ, ഡോക്ടർ സിരിയൻ, ഡേസി മാമ, ഇവരൊക്കെ എന്നെ വളരെയധികം സഹായിച്ചു. അത് എന്നെ തന്നെ സഹായിക്കുന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. ഇവിടെ വരുന്ന ഓരോരുത്തരെയും വളരെ കരുതലോടും ആണ് അവർ കരുതുന്നത്. ഈ സംരംഭം നീണാൽ വാഴട്ടെ, മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ മംഗളാശംസകളും നേർന്നു.